ഇന്ന് നമ്മൾ അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ വചനത്താലും കൂദാശകളിലൂടെയുള്ള ഞങ്ങളുടെ കൃപയാലും നാം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വാസ്തവത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിക്കുന്നു, നമ്മുടെ ദുഃഖങ്ങളിലും വേദനകളിലും ആശ്വാസം പകരുന്നു, നമ്മോടൊപ്പമായിരിക്കുന്നു, നമുക്ക് കൂടുതൽ വരങ്ങളും ദാനങ്ങളും നൽകുന്നു. ആത്മാവിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് നമ്മളെ സഹായിക്കുന്നു. ആത്മാവിൽ ശക്തിപ്പെട്ട് നാം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൽ തന്നെ നാം തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തെ ഓർത്ത്, ഈ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയുന്നത് മംഗളവാർത്ത കാലമാണ്. മംഗളവാർത്ത കാലം എന്ന് പറഞ്ഞാൽ ലോകം രക്ഷയുടെ സന്ദേശം സ്വീകരിച്ച ആ കാലം, അത് നമ്മൾ അനുസ്മരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ലോകം മുഴുവൻ കാത്തിരുന്നതാണ് ഒരു രക്ഷകന്. ഇസ്രായേൽ ജനം മാത്രമല്ല, കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് വന്ന ജ്ഞാനികൾ ഇസ്രായേൽക്കാരായിരുന്നില്ല, കിഴക്ക് നിന്ന് വന്നവരെന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് കർത്താവിനെ കാണുവാൻ, അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ സന്ദർശിക്കുവാൻ വന്നു ജ്ഞാനികൾ. അപ്പോഴങ്ങനെയുള്ള ആ മംഗളവാർത്ത കാലത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടുതലായിട്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ, അവിടുത്തെ ജനനം, ജീവിതം, മരണം, സഹനം, ഉത്ഥാനം എല്ലാം സ്വന്തമാക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. മംഗളവാർത്തക്കാലം. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഒരു രോഗിയെ കണ്ടു. നമ്മുടെ ഈ ജെറൂസലം ധ്യാന കേന്ദ്രത്തിൻ്റെ സമീപത്തിലുള്ള ഭവനത്തിൽ അദ്ദേഹം ഒരു ചാരുകസരയിൽ കിടന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്ന അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗിയാണ്. എങ്കിലും കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് സൗഖ്യത്തിനായിട്ട്, ആശ്വാസത്തിനായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാം രോഗികളാണ്. ഓരോരോ രീതികളിൽ നാം എല്ലാവരും രോഗികളാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ സൂചിപ്പിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പിന്നെയോ നാം ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് രോഗമാണ്. ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ ഈശോ മിശിഹായെ സമീപിച്ച ആളുകളെല്ലാം സന്തോഷത്തോടെ തിരിച്ചു പോയെന്നാണ്. സൗഖ്യം ഭാവിച്ചവർ ആനന്ദിച്ച് കുതിച്ചു ചാടിപ്പോയെന്നുവരെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെപ്പറ്റി മാത്രം പറഞ്ഞു, അവൻ സങ്കടത്തോടെ തിരിച്ചു പോയെന്ന്. കർത്താവിൻ്റെ അടുത്ത് വന്ന ആ ധനികനായ യുവാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ സ്വർഗരാജ്യം അന്വേഷിച്ച് വന്നതാണ്. കർത്താവ് അതിൻ്റെ ശരിയായ വഴി പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് സ്വീകരിക്കാൻ സാധിച്ചില്ല. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദരിദ്രർക്ക് കൊടുത്ത ശേഷം എൻ്റെ പിന്നാലെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന് അത് ചെയ്യാൻ സാധിച്ചില്ല. അവൻ വ്യസനത്തോടെ തിരിച്ചുപോയി. കാരണം അവന് അധികം സമ്പത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ സമ്പത്തുകളിൽ ആശ്രയിച്ച് നമ്മുടേതായ നേട്ടങ്ങളിൽ കണ്ണുനട്ട് നമുക്ക് ഉണ്ടാകാവുന്നതിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നട്ടം തിരിയുമ്പോൾ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുകയില്ല, അവിടുത്തെ കൃപ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ രോഗികളാണ്. നമ്മുടെ ശാരീരികമായ രോഗങ്ങളും മാനസികമായ രോഗങ്ങളും ആത്മാവിൻ്റേതായിട്ടുള്ള ക്ഷതങ്ങളുമെല്ലാം പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ സൂചിപ്പിക്കുന്നത് ഇതാണ്: നാം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതിനാൽ നമ്മൾ അസ്വസ്ഥര. രോഗത്തിൻ്റെ നടുവിലും മാനസികാസ്വാസ്യങ്ങളുടെ നടുവിലുമൊക്കെ നമുക്ക് ദൈവത്തോടൊപ്പമാണെങ്കിൽ നമുക്ക് അസ്വസ്ഥരാകേണ്ടതില്ല, ആകുലരാകേണ്ടതില്ല. ദൈവത്തിൽ ശരണം വെച്ച് പ്രത്യാശയോടുകൂടി നമുക്ക് പോകാൻ സാധിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനം വായിക്കുന്നുണ്ട്, 3-ാമത്തെ അധ്യായത്തിൽ. വെയിലാറിയപ്പോൾ ദൈവം ഉലാത്തുവാനായിട്ട് പർദീസായിലേക്ക് വന്നു എന്ന്. വെയിലാറിയപ്പോൾ ദൈവം സാധാരണ മനുഷ്യനെ പോലെ ഉലാത്താൻ വന്നു എന്നാണ് ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും ദൈവം മനുഷ്യൻ്റെ വേഷമെടുത്ത് വന്നിട്ടുണ്ടാവില്ല. പിന്നെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം ആദവും ഹവ്വായും അനുഭവിക്കുകയാണ്.
എന്നാൽ ആ സാന്നിധ്യം അവർക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചില്ല. കാരണം അവർ രോഗികളായിരുന്നു, അവർ പാപം ചെയ്തു കഴിഞ്ഞിരുന്നു, അവർ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് രക്ഷയല്ല, ശിക്ഷയാണ് അവർക്ക് ലഭിച്ചതെന്ന് നമുക്കറിയാം. പിന്നീട് തുടർന്ന് വരുന്ന ആ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന കായൻ്റെയും ആബേലിൻ്റെയും കഥയിൽ നമ്മൾ കാണുന്നത് എന്താണ്? കായൻ ആബേലിനെ വധിച്ച ശേഷം ദൈവം കായനോട് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ അവൻ പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ, ആരാണ് എൻ്റെ സഹോദരൻ? അപ്പോൾ ഇത് ലോകത്തിലെന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. സഹോദരനെ അറിയാതെ ആരാണ് സഹോദരൻ എന്നുള്ള ചോദ്യമായിട്ട് നടക്കുന്ന മനുഷ്യർ ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെയാണ് ഈ മംഗളവാർത്തക്കാലത്തിൽ നമ്മുടെ ഒരുക്കം പൂർത്തിയാകേണ്ടത്. നാം ആരും ഒറ്റപ്പെട്ട ദ്വീപുകളായി കഴിയേണ്ടവരല്ല. നാം എല്ലാവരും ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സഭയിൽ ജീവിതം കൂട്ടായ്മയോടുകൂടി നിർവഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യനോടുകൂടി സഹവസിക്കുവാൻ വേണ്ടിയിട്ടാണ്, സഹചരിക്കാൻ വേണ്ടിയിട്ടാണ്, സഹപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴുള്ള ആ ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് പ്രിയമുള്ളവരെ ലോകം കാക്ഷിക്കേണ്ടത്. നാം ആരും അന്യരോ പരദേശികളോ അല്ല എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ. മാമോദീസ സ്വീകരിച്ചവരാരും അന്യരോ പരദേശികളോ അല്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ അന്യരല്ല, പരദേശികളല്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ സഹോദരീ സഹോദരന്മാരാണ്. ആ സഹോദരീ സഹോദരന്മാരെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഭാരതീയരെല്ലാം, ഞാൻ ഭാരതീയനാണ്, ഭാരതീയരെല്ലാം എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന്. തീർച്ചയായിട്ടും ശരിയാണത്. ഭാരതീയർ മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമുക്ക് സഹോദരീ സഹോദരന്മാരാണ്. നാം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിൽ വ്യാപരിക്കുന്നു, ദൈവത്തിൽ ചരിക്കുന്നു, ദൈവത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ ജീവിക്കുന്നവരായിട്ടുള്ള നമ്മൾ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിട്ടുള്ള നമ്മൾ, നമുക്കുള്ളതെല്ലാം ദൈവത്താൽ നൽകപ്പെട്ടതെന്നുള്ള ബോധ്യത്തോടുകൂടി പരസ്പരം സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ട കാലമാണ്. വ്യക്തിനിഷ്ഠത, ഇൻഡിവിജ്വലിസം വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ഒരു ലോകത്ത്, തൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടി മാത്രം സ്വാർത്ഥ താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം ചുറ്റുപാടുമുണ്ടെന്നുള്ള വസ്തുത നാം ഓർത്തിരിക്കുക. നമ്മിലുമുണ്ടത്. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ഏകരചിത്തരായിരിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ പോലെ ചിന്തിക്കാതെ പോകുന്നു. സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സമീപനമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പുരുഷനും സ്ത്രീയുമായിട്ട് അവരെ സൃഷ്ടിക്കുവാനുള്ള കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. അതിനുശേഷം അവർക്ക് മക്കളെ കൊടുക്കുന്നതും ആ മക്കളോടൊപ്പം അവർ സഹവസിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ മനുഷ്യവംശം ഒന്നിച്ച് വർദ്ധിച്ച് പെരുകി ഈ ലോകത്തിൽ മുഴുവൻ ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഈ ഒരു സാഹോദര്യം, ഈ ഒരു കൂട്ടായ്മയുടേതായ ചിന്ത, അതാണ് ക്രൈസ്തവ ചിന്തയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ദൈവം കർത്താവായ ഈശോ മിശിഹായിലൂടെ ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും സാക്ഷ്യവും. കർത്താവ് ഒറ്റപ്പെട്ടവനായിട്ട് ജീവിച്ചവനല്ല. കർത്താവ് തൻ്റെ ജീവിതത്തെ മുഴുവൻ മനുഷ്യവംശത്തിനായിട്ട് സമർപ്പിച്ചവനാണ്. പരസ്യ ജീവിതകാലത്ത് തൻ്റെ ജീവിത സമർപ്പണം മുഴുവൻ മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് യഹൂദരെയും ഗ്രീക്കുകാരെയും സമറിയാക്കാരെയും എല്ലാം സംയോജിപ്പിച്ചവനാണ്. അന്നത്തെ ജാതി വ്യത്യാസങ്ങളുടെയോ വർഗവ്യത്യാസങ്ങളുടെയോ ഭേദമൊന്നുമില്ലാതെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനുള്ള വ്യഗ്രതയോടുകൂടി വചനം കൊടുക്കുകയും കൃപകൾ വാരി വിതറുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. പ്രിയമുള്ളവരെ, ഇതാണ് പുതുതായിട്ട് സഭ ഉൾക്കൊള്ളേണ്ട ഒരു ദർശനം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനം, എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായി കാണുന്ന ഒരു ദർശനം.
ഇവിടെ നമുക്ക് വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ആയിട്ടുള്ള അതിർവരമ്പുകളില്ല. നാം ഇന്നിവിടെയാണെങ്കിൽ ഇവിടെയായിരിക്കുമ്പോൾ ഇന്ത്യക്കാരാണ്. എന്നാൽ നാം അമേരിക്കയിൽ തന്നെ ജീവിച്ചെന്നിരിക്കട്ടെ, വേറൊരു രാജ്യത്ത് ജീവിച്ചെന്നിരിക്കട്ടെ, അവിടെ ജീവിക്കുമ്പോൾ നാം അവിടുത്തെ ആളുകളുമായി സഹോദരീ സഹോദരന്മാരെ പോലെ വർത്തിക്കാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് അന്യരോ പരദേശികളോ ഇല്ല, എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. കർത്താവ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ പഠിപ്പിച്ചതും അതാണ്. അന്നത്തെ യഹൂദ സമൂഹത്തിൽ യഹൂദരെന്നും വിജാതീയരെന്നുമുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു. സമറിയാക്കാരെ സമൂഹത്തിൽ താഴ്ന്നവരായിട്ടാണ് കരുതിയിരുന്നത്. സങ്കരവർഗക്കാരാണവർ. ഇതര വർഗക്കാരുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞിരുന്ന സമറിയാക്കാരെ അവർ യഹൂദർ തങ്ങളെക്കാൾ താഴ്ന്നവരായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമറിയാക്കാരൻ അക്രമികളാൽ പീഡിപ്പിക്കപ്പെട്ട് വഴിയോരത്ത് കിടന്നിരുന്ന ആ മനുഷ്യനെ സഹായിക്കാൻ ചെന്നപ്പോൾ കർത്താവ് അന്നത്തെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെയാണ് തിരുത്തി കുറിച്ചത്. ആരും നമുക്ക് അന്യനല്ല, ആരും നമുക്ക് താഴ്ന്നവനല്ല, ആരും നമുക്ക് നമ്മളെക്കാൾ ഉയർന്നവനല്ല, എല്ലാവരും സമന്മാരാണ്. പ്രിയമുള്ളവരെ, മാമോദീസ സ്വീകരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും കർത്താവായ ഈശോ മിശിഹായിൽ സമന്മാരാണ്, തുല്യരാണ്, ഒരു വ്യത്യാസവുമില്ല. പരിശുദ്ധ മാർപ്പാപ്പ മുതൽ ഇന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ശിശു വരെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ്, സമന്മാരാണ്. ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഇനി അംഗവിഹീനരോ മറ്റു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ രോഗങ്ങളോ മാറാരോഗങ്ങളോ ഒക്കെ ഉള്ളവരെ പോലും കർത്താവ് സ്വന്തമായി കാണുകയും തൻ്റെ മകനായി മകളായി സ്വീകരിക്കുകയും ചെയ്തു. ഇത് നാം അറിഞ്ഞിരിക്കണം. ഇതിനടുത്ത ഒരു പരസ്പര ബഹുമാനം നമുക്കെല്ലാവരോടും ഉണ്ടാകണം. ഇതിനടുത്ത ഒരു പരസ്പര സഹകരണ മനോഭാവം നമ്മൾ മറ്റുള്ളവരോട് പുലർത്തണം. ഇതാണ് കർത്താവായ ഈശോ മിശിഹായിൽ നമ്മൾ പുതിയൊരു സൃഷ്ടിയായി തീർന്നിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മനുഷ്യനാകുമ്പോൾ നമുക്കെല്ലാവരും സഹോദരീ സഹോദരന്മാർ. പിന്നെ എന്താണ് ഈ സഭയിലെ വ്യത്യാസങ്ങൾ? ചിലർ ചോദിക്കൽ, ഇപ്പം എന്നെ നിങ്ങളെന്നെ വളരെ ഹർഷാരവങ്ങളോടുകൂടി സ്വീകരിച്ചു, ഇത്ര വലിയ സ്വീകരണം എന്തിനാണ് എനിക്ക് തരുന്നതെന്ന് ഞാൻ ഓർത്തു. കാരണം നമ്മളെല്ലാവരും സമന്മാരാണ്. പക്ഷേ എന്തുകൊണ്ട് തരുന്നു? ശുശ്രൂഷകളിൽ വ്യത്യാസങ്ങളുണ്ട്. സമന്മാരായിരിക്കുന്ന സഭയുടെ മക്കളിൽ ശുശ്രൂഷകളുടെ വ്യത്യാസമുണ്ട്. ചിലർ പ്രത്യേകം വിളിക്കപ്പെട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക്, കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ശുശ്രൂഷയിലേക്ക്, പ്രാർത്ഥനയിൽ ദൈവജനത്തെ കൂട്ടായ്മയിൽ കൊണ്ടുവരുന്ന ശുശ്രൂഷയിലേക്ക്, എല്ലാവരെയും സമൂഹമാക്കി സഭയാക്കി വളർത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കളായി വിളിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ സമർപ്പിത ജീവിതത്തിലൂടെ തങ്ങളെ തന്നെ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന വൈദികരും സഹോദരന്മാരും സഹോദരികളുമുണ്ട്, സമർപ്പിതർ. ഇനിയുമല്ലെങ്കിൽ ആത്മായ ശുശ്രൂഷകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാനിപ്പോൾ പോന്നപ്പോൾ എൻ്റെ ചെവിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നവർ ഈ ജെറൂസലം ധ്യാന കേന്ദ്രത്തിലെ പ്രത്യേക ശുശ്രൂഷകരാണ് എന്ന്. ഇങ്ങനെ 100 കണക്കിന് ശുശ്രൂഷകർ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത് ഉടനെ ഞാൻ മനസ്സിൽ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഈ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ആത്മായരിലായാലും സമർപ്പിതരായാലും വൈദികരിലായാലും മെത്രാന്മാരിലായാലും ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. പക്ഷേ നാം എല്ലാവരും തുല്യരാണ്. ദൈവം ഒരുപോലെ നമ്മെ സ്നേഹിക്കുന്നു. ദൈവം ഫ്രാൻസിസ് പാപ്പായെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അളവറ്റ സ്നേഹത്തിൻ്റെ ഉടമയായ ദൈവം ആ അളവറ്റ സ്നേഹത്താലാണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നാം ആരും ചിന്തിക്കരുത്, ഞാൻ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവനെന്നോ, ദൈവത്താൽ കുറച്ച് സ്നേഹിക്കപ്പെടുന്നവനെന്നോ, ദൈവത്താൽ കഷ്ടത അനുഭവിക്കുന്നവനെന്നോ എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരപ്പച്ചൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ മകനായ വൈദികൻ എന്നോട് പറയുകയായിരുന്നു, എൻ്റെ പിതാവേ, എൻ്റെ അപ്പൻ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ മരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ മാത്രമേ മൂത്തതായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പ്രായം കുറഞ്ഞവരാണ്. പെട്ടെന്ന് മരിച്ചു. ഇത് ഞങ്ങൾക്കൊരു വലിയ ദുഃഖമായി. ദൈവം ഇപ്രകാരം ഞങ്ങളോട് പ്രവർത്തിച്ചത് എന്താണെന്ന് അച്ഛനാണ് പറയുന്നത്, എന്നിട്ടും പറഞ്ഞു പോവുകയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ദൈവം മരിക്കാത്തവരെ സ്നേഹിക്കുന്നവരെ തന്നെയാണ് മരിക്കുന്നവരെയും സ്നേഹിക്കുന്നത്. ദൈവത്തിന് ഭാവവ്യത്യാസമില്ല. മനുഷ്യരിലാണ് ഭാവവ്യത്യാസങ്ങൾ. മനുഷ്യർക്കാണ് കൂടുതൽ സ്നേഹം, കുറഞ്ഞ സ്നേഹം എന്നൊക്കെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ അളവറ്റ സ്നേഹത്താൽ നമ്മെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് ആ സ്നേഹം എടുക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുമ്പോൾ അവരനുഭവിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് നൽകപ്പെടുന്നപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓരോരുത്തരുടെയും വിളികൾക്കനുസരിച്ചും ശുശ്രൂഷകൾക്കനുസരിച്ചും ദൈവം അനന്തമായ തൻ്റെ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്നേഹത്തിൽ നിന്ന് എത്രമാത്രം സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുവോ അതാണ് നമ്മുടെ ഭാഗ്യം. ദൈവം സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്രമാത്രം നമ്മൾ പാത്രീഭൂതരാകാൻ ഇടയാകുന്നു എന്നുള്ളതിലാണ് നമുക്ക് നമ്മുടെ ഭാഗ്യം അടങ്ങി. 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തില്ലേ? ആ 12 പേരും 12 രീതികളിലല്ലേ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത്. യോഹന്നാൻ വളരെയേറെ സ്നേഹത്തോടുകൂടി ആദ്യന്തം കർത്താവിനോട് ചേർന്ന് നിന്നവനാണ്. പത്രോസ് 3 പ്രാവശ്യം ഉപേക്ഷിച്ചവനാണ്. ഒരുവൻ കർത്താവിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പറഞ്ഞവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നു. ഇവിടെയാണ് നമുക്ക് തിരുത്തലുകൾ വരേണ്ടത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരളവുമില്ല, അളവറ്റ സ്നേഹം. ദൈവത്തിൻ്റെ പര്യായം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം. ഗാഡ് ഈസ് ലവ്. ദൈവം ദൈവമായിരിക്കുന്നത് സ്നേഹത്താലാകുന്നു. ആ സ്നേഹമാണ് ദൈവമായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് എപ്പോഴും. ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, നാം എല്ലാവരും ഒന്നിച്ച് നടക്കണമെന്ന്. വി ഷുഡ് വാക്ക് ടുഗദർ. വി ഷുഡ് വാക്ക് ടുഗദർ. സുവിശേഷത്തിൻ്റെ ചിന്ത തന്നെയാണത്. ഭാര്യയെയും ഭർത്താവിനെയും യോജിപ്പിക്കുന്ന ദൈവം അവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിൻ്റെ രീതിയിലും ഭർത്താവിൻ്റെ രീതിയിലും ജീവിക്കണമെന്നല്ല. രണ്ടുപേരും ഒന്നിച്ച് ചിന്തിക്കണം, ഒന്നിച്ച് സംസാരിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. മക്കൾക്ക് ജന്മം കൊടുത്ത് ഒന്നിച്ച് അവരെ വളർത്തണം. ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മയുടെ ഒന്നിപ്പിൻ്റെ സന്ദേശമാണ് കർത്താവ് ഒരു കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, അവിടുന്ന് തന്നെ മനുഷ്യജന്മം എടുത്തപ്പോൾ ആ മനുഷ്യജന്മം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാകട്ടെ എന്ന് കരുതിയാണ് ഔസേപ്പിനെയും മാതാവിനെയും വിവാഹത്തിൽ ബന്ധിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവിടുന്ന് മനുഷ്യനായി അവതരിക്കുമ്പോഴും ഒരപ്പനും ഒരു അമ്മയും ആ വീട്ടിലിരിക്കട്ടെ എന്ന് ദൈവം തീരുമാനിക്കുകയാണ്. ആ സ്നേഹത്തിലാണ് അവിടുന്ന് കുഞ്ഞായിട്ട് വളർന്നു വരുന്നത്. ആ സ്നേഹത്തിലാണ് അവിടുന്ന് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള ശക്തി മാനുഷികമായിട്ട് സംഭരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവിടുന്നിലുണ്ടായിരുന്നല്ലോ. ഇത് തന്നെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്. നാം മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ് തൈലാഭിഷേകത്തോടും വിശുദ്ധ കുർബാനയോടും കൂടി കർത്താവിനോട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിലൂടെ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. നാം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനിക്കുന്നു, വളരുന്നു. ആ കുടുംബത്തിൽ നിന്ന് പല കുടുംബങ്ങളോട് ബന്ധപ്പെടുന്നു. ഒരു ഇടവകയിലെ അല്ലെങ്കിൽ ഒരു ആരാധനാ സമൂഹത്തിൽ നമ്മൾ ഒന്നായി തീരുന്നു. സഭയുടേതായ കൂട്ടായ്മയും നമ്മൾ വളരുന്നു. നമ്മൾ ഒന്നിച്ച് നടക്കേണ്ടവരാണ്. നമ്മൾ എല്ലാവരെയും ഒന്നിച്ച് നടക്കുന്ന ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരേണ്ടവരുമാണ്. നാം ഇതര മതങ്ങളിലും ഇതര സംസ്കാരങ്ങളിലും ഉള്ളവരെ പോലും നമ്മുടെ നടപ്പിൽ കൂട്ടുനടപ്പുകാരായിട്ട് കാണേണ്ടവരാണ്. മനുഷ്യവംശം ഒന്നാകിയിട്ട് കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു തീർത്ഥാടക സമൂഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം സ്വീകരിച്ച് നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുന്നു, പരിശുദ്ധാത്മാവിൽ നമ്മൾ ബലപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ഒന്നിച്ച് നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നിച്ച് നടത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കർത്താവ് എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കും. എമ്മാവൂസിലേക്ക് പോയ 2 സഹോദരന്മാരുണ്ടല്ലോ, ആ 2 സഹോദരന്മാർ അറിഞ്ഞില്ല കർത്താവ് അവരുടെ ഇടയിലേക്ക് കടന്നു വന്നത്. കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? തിരുവചനങ്ങളുടെ ശരിയായ അർത്ഥം അവർക്ക് മനസ്സിലായി. കർത്താവ് മോശെ മുതൽ സകല പ്രവാചകന്മാർ വഴിയും അരുളി ചെയ്തിരുന്നത് വെളിപ്പെടുത്തി കൊടുത്തു.
രക്ഷകൻ വരണമെന്നും അവന് പീഡകൾ സഹിക്കണമെന്നും മരിക്കണമെന്നും ഉത്ഥാനം ചെയ്യണമെന്നും ഒക്കെയുള്ള തിരുവചനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് ഈശോയാണ്. പ്രത്യേകിച്ച് അപ്പം മുറിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. "Were not our hearts burning within us when he broke the bread" എന്നാണ് കാര്യം. അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ, അപ്പം മുറിച്ചപ്പോൾ, "Were not our hearts burning within us" നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ജ്വലിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തുതി. കാരണം ദൈവം നിങ്ങളെ സ്പർശിക്കുന്നു, വചനത്താൽ സ്പർശിക്കുന്നു, ശരീരരക്തങ്ങളാൽ സ്പർശിക്കുന്നു, ആത്മാവിനാൽ സ്പർശിക്കുന്നു, ദൈവികമായ തൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ കർത്താവ് പ്രവേശിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം എപ്പോഴായിരുന്നാലും, ഒറ്റയ്ക്കായിരുന്നാലും മറ്റുള്ളവരോടുകൂടിയായിരുന്നാലും ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോഴായിരുന്നാലും, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നമുക്ക് രക്ഷ നൽകുന്നതിനും സമാധാനം ആശംസിച്ചുകൊണ്ടും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ആ ദൈവത്തിൽ ഒന്നിച്ച് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നാം ഒരിക്കലും മറക്കരുത്, നിൻ്റെ സഹോദരൻ എവിടെ? ഈ ചോദ്യം കർത്താവ് നമ്മോടും ചോദിക്കുന്നുണ്ട്. നാം ഒരുപക്ഷെ സഹോദരനെ കൊന്നിട്ടില്ല, ഒരുപക്ഷെ സഹോദരനെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, എങ്കിൽ തന്നെയും സഹോദരനെ, സഹോദരിയെ, അയൽക്കാരെ, ബന്ധപ്പെട്ടവരെ, പാവപ്പെട്ടവരെ, അശരണരെ ഒക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പലരും വന്ന് സഹായങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു സഹായവും ചെയ്യാൻ എനിക്ക് പറ്റാതെയും പോകുന്നു. കർത്താവായ ഈശോ മിശിഹായ്ക്ക് അത് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് വണ്ടിയൊന്നുമില്ലായിരുന്നു. നമ്മൾ ജഡതിയിൽ ഒരിടത്തും പോകത്തില്ലായിരുന്നു. കർത്താവ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. വാസ്തവത്തിൽ ഈ വണ്ടിയൊക്കെ ഉണ്ടാകാതിരിക്കുകയായിരുന്നു നല്ലത്. നമുക്കങ്ങനെ നന്മ ചെയ്തുകൊണ്ട് കർത്താവ് ആ ഈശോ മിശിഹായെ പോലെ പോകാമായിരുന്നു. ഇപ്പോൾ അതല്ല. വണ്ടിയെ കയറി പോകുമ്പോൾ ഒരു സിഗ്നലിൻ്റെ അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ അവിടേക്ക് ഒരാൾ സഹായം ചോദിച്ചു വരുന്നു. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കാശ് ഉണ്ടായിരിക്കുകയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ കൊടുക്കാനുള്ള സന്മനസ് നമുക്കില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. സിഗ്നൽ ഇപ്പം വീഴും പോകണം. എത്രയോ പേര് നമ്മളാൽ തിരസ്കരിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ. എത്രയോ സഹായ അഭ്യർത്ഥനകളുമായിട്ട് വരുന്നവരെ. അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്കതെല്ലാം കൂടെ സാധിക്കുമോ? ഞാനും പറയും, ഇതെല്ലാം കൂടെ നമുക്ക് സാധിക്കുമോ? ഇല്ല. പക്ഷേ നമുക്കൊരാശ്വാസവാക്ക് പറയാമല്ലോ, ഒരു സമാധാനം ആശംസിക്കാമല്ലോ, അതുപോലെ തന്നെ നമുക്ക് അവരോടൊപ്പം ചിന്തിക്കാമല്ലോ, സംസാരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹോദര്യത്തിൻ്റെ മനോഭാവം, മറ്റുള്ളവരിൽ നിന്ന് സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് പ്രിയമുള്ളവരെ. നാം നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെയാണ്. നാം നമ്മുടെ സഹോദരിയുടെ കാവൽക്കാരിയാണ് തന്നെയാണ്. നാം ഒരിക്കലും ആ ഒരു ഉത്തരവാദിത്വം മറന്നു പോകരുത്. മനുഷ്യനെ കൂട്ടായ്മയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ പരിപാലിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവൻ കൂട്ടായ്മയിൽ നിലനിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥിതി. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപുകളായിട്ട് നമ്മുടെ തന്നെ താല്പര്യങ്ങളുമായി നാം മുന്നോട്ട് പോയാൽ നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുകയില്ല. ദൈവമക്കൾക്കടുത്ത സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വലിയ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന സന്ദർഭത്തിലും പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ സന്തോഷം വയ്ക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം, ദൈവമക്കളായിട്ട് ജീവിക്കുവാനുള്ള ഒരു സന്നദ്ധത നമുക്കറിയിക്കാം. ഈ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവർ ഒരുപക്ഷെ അടുത്തടുത്തിരിക്കുന്നെങ്കിൽ പോലും ആ സൗഹാർദ്ദവും സ്നേഹവും സമാധാനവും നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ. വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് നമ്മൾ സമാധാനം ആശംസിക്കുന്നുണ്ട്. സുറ മലബാർ ക്രമമനുസരിച്ച് സമാധാനം കൊടുക്കണമെന്നാണ്. കാരണം കർത്താവിൻ്റെ സമാധാനം നമുക്ക് കിട്ടി, അത് നമ്മൾ കൊടുക്കുകയാണ് പരസ്പരം. കൊറോണ വന്നതോടെ അത് അവസാനിച്ചു. ഇപ്പോൾ വളരെ എളുപ്പമാണ്. സമാധാനം കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒന്ന് കുനിഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് സമാധാനം കൊടുത്തോ കൊടുത്തില്ലയോ കൊടുക്കുന്നവനും അറിയത്തില്ല, സ്വീകരിച്ചവനും അറിയത്തില്ല. അതങ്ങനെ കൊറോണ കൊണ്ടുവന്ന ഒരു വലിയ പരിഷ്കാരമാണത്. പ്രിയമുള്ളവരെ, കൊറോണ ഒക്കെ പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് സമാധാനം കൈകൊണ്ട് തന്നെയൊക്കെ കൊടുക്കാമായിരിക്കും. ഇത് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന ഒരു കൽപ്പനയൊന്നും അല്ല. പിന്നെയോ കൂടുതൽ സ്നേഹം നമുക്ക് മറ്റുള്ളവരോട് തോന്നണം. കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ മാത്രമല്ല,
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരോട് കരുതലും സ്നേഹവും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സഹോദരരുടെ കാവൽക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അശരണരോടും അഗതികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഭിന്നശേഷിക്കാരോടും ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒരു സഹായവും സ്വീകരിക്കാതെ കിടക്കുന്നവരോടുമൊക്കെ നമുക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിശുദ്ധി. ഈ വിശുദ്ധിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. കർത്താവായ ഈശോ മിശിഹായോടെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവർ സുവിശേഷകരാണ്, പ്രേക്ഷിതരാണ്. കാരണം കർത്താവ് അപ്രകാരമുള്ള ഒരു പ്രേക്ഷിത സാക്ഷ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അപ്പോൾ ലോകം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നറിയുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയുമാണ് മറ്റുള്ളവരോട്. ഒരിക്കലും നാം നമ്മുടെ സഹോദരനെതിരായിട്ടോ സഹോദരിക്കെതിരായിട്ടോ പഴിവാക്ക് പറയുക, ദുഷിച്ച് പറയുക, ആരോപണങ്ങൾ വയ്ക്കുക, കുറ്റം വിധിക്കുക, ഇതൊന്നും നമുക്ക് ചേർന്നതല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടും. ഇതൊക്കെ കർത്താവിൻ്റെ തിരുവചനത്തിലുണ്ട്. പക്ഷേ നാം അത് ശ്രവിക്കാതെ എത്രയോ പ്രാവശ്യം ഈ ആത്മാവിൻ്റെ അനുഭവത്തിലായതിനു ശേഷവും തിരിച്ചു ചെല്ലുമ്പോൾ നാം സഹോദരന്മാരെ കുറ്റം വിധിച്ച് അവരെ പഠിച്ച് സംസാരിച്ച് അവർക്കെതിരായിട്ട് പ്രവർത്തിച്ച് ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രേരിതരാകുന്നു. അവിടെയാണ് നമ്മുടെ ദൗർഭാഗ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യമുള്ളവരായി ജീവിക്കണമെന്ന് വരികിൽ അഷ്ടഭാഗ്യങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതങ്ങളിലൂടെ വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ജീവിക്കണമെന്നാണ് ഫ്രാൻസിസ് അസീസി പുണ്യവാൻ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ ഈ ലോകത്തിലെ സകല സൃഷ്ടിജാലങ്ങളോടും നമുക്കുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണതയുണ്ടല്ലോ, അത് നമ്മിലുള്ള പാപത്തിൻ്റെ ഒരു പ്രവണതയാണ്. ഒരു പാപത്തിൻ്റെ പ്രവണത, അവരെല്ലാം പാപം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിനെയാണ് നമ്മൾ നന്മയിലേക്ക് തിരിച്ചുവിടേണ്ടത്. കുട്ടികളിലുള്ള തിന്മയുടെ പ്രവണതകളെ നമ്മൾ നന്മയിലേക്ക് തിരിച്ചുവിടണം. സാവകാശത്തിൽ സന്മനസ്സോടുകൂടി അവർക്ക് അത് സ്വീകാര്യമായ ശൈലിയിൽ ശിക്ഷിച്ചുകൊണ്ടല്ല, പിന്നെയോ മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരണം. ഇപ്രകാരമുള്ള ഒരു മാർഗദർശനം നമുക്കെല്ലാവർക്കും എപ്പോഴും ആവശ്യമുണ്ട്. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ വളരാൻ, കാരുണ്യമുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. സൂറ മലബാർ കുർബാന പരിഷ്കരിച്ച സന്ദർഭത്തിൽ കാറോസൂസ പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. കീറിയലൈസ്വൻ, സഭയുടെ ആരംഭം മുതലേ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് കരുണ തരുന്നുണ്ട്. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്നവൻ സഹോദരങ്ങളോടും കരുണയുള്ളവനായിരിക്കണം. ഈ കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉച്ചഭാവമാണ്, ഏറ്റവും മൂർധന്യഭാവമാണ്. ആ മൂർധന്യഭാവത്തിൽ നമ്മൾ ദൈവത്തോട് കാരുണ്യം സ്വീകരിച്ച് അതേ കാരുണ്യം നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കാരുണ്യ സമൂഹമായി തീരണം സഭ, കാരുണ്യ സമൂഹമായി തീരണം മനുഷ്യ സമൂഹം. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന, സഹകരിക്കുന്ന, കാരുണ്യത്തിൽ വർത്തിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അതാണ് പർദീസ, അതാണ് പർദീസ. ആ പർദീസയാണ് യഥാർത്ഥ സ്വർഗം. ഈ ഭൂമിയെ സ്വർഗമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കർത്താവ് വന്നത്. ഈ ഭൂമിയിലുള്ളവരെല്ലാം ദൈവമക്കളാണ് എന്ന് വരികിൽ ദൈവത്തിൻ്റെ രാജ്യമാണിവിടെ. നമ്മുടെ ഹൃദയങ്ങളിൽ സംസ്ഥാപിതമായിരിക്കുന്നത് ദൈവരാജ്യമാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പീലാത്തോസിനോട് കർത്താവ് പറഞ്ഞു വന്നു വരികിൽ ആ രാജ്യം അത് നമ്മുടെ ഹൃദയങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഭരണമാണ്. ദൈവം നമ്മളെ ഭരിക്കുന്നു, മറ്റുള്ളവരെയും ഭരിക്കുന്നു, എല്ലാവരെയും ഭരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വരികൾ അത് പർദീസ അനുഭവമാണ്. അത് കുടുംബം പർദീസയാണ്, ഇടവകകളും സഭയും ഒക്കെ പർദീസയാണ്. പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ സുവിശേഷമാണോ അതോ ഭിന്നിപ്പിൻ്റെ ശുശ്രൂഷമാണോ? വിഭാഗീയതകളുടെ സുവിശേഷമാണോ? കലഹങ്ങളുടെ സുവിശേഷമാണോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക പ്രിയമുള്ളവരെ. നമ്മൾ എതിർസാക്ഷ്യം കൊടുക്കുന്നവരാണ്. നമ്മൾ കർത്താവിന് വിരുദ്ധമായിട്ടുള്ള സാക്ഷ്യം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളുമാണെന്ന് വെറുതെ പറയുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും ശിഷ്യകളെയും സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത്
സ്നേഹവും കാരുണ്യവും സമാധാനവും ക്ഷമയും ദയയും നന്മയും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാൻ ഈ കൺവെൻഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കട്ടെ. നമ്മുടെ എല്ലാ ആരാധനാനുഭവങ്ങളിലും നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ കാരുണ്യത്തിലും സ്നേഹത്തിലും സമാനമായ നന്മകളിലുമാണ് നിറയുന്നത്. കർത്താവ് എപ്രകാരം നന്മ ചെയ്ത് കടന്നുപോയോ അതുപോലെ നന്മ ചെയ്ത് കടന്നു പോകുവാനുള്ള ശക്തിയാണ് പ്രിയമുള്ളവരെ ഇതുപോലുള്ള കൺവെൻഷനുകളിൽ, വചന ശ്രവണങ്ങളിലെ കുദാശാനുഭവങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിനോടുകൂടി ആയിരിക്കാം, അവിടുത്തെ വചനം ശ്രവിക്കാം, അവിടുത്തെ ജീവൻ പ്രാപിക്കാം. കർത്താവ് പറഞ്ഞല്ലോ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. കർത്താവായ ഈശോ മിശിഹായുടെ ആ വഴിയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ, അവിടുത്തോടൊപ്പം നടക്കുകയാണെങ്കിൽ നമ്മൾ സത്യം കണ്ടെത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തും. നമ്മൾ ദൈവമകനാണെന്നും ദൈവമകളാണെന്നും നമ്മൾ മറ്റുള്ളവരെ ദൈവമക്കളായിട്ട് കാണണമെന്നും ഒക്കെ ഉള്ള സത്യം നമ്മൾ കണ്ടെത്തും. മാത്രമല്ല അതിലൂടെ നമ്മൾ ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ജീവനായിട്ട് മാറും. മാമോദീസായിൽ സംഭവിച്ച അത്ഭുതകരമായ പരിണാമം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഒരനുഭവമായി തീരും. മാമോദീസായിൽ സംഭവിച്ചതൊരു അത്ഭുതകരമായ പരിവർത്തനമാണ്. മനുഷ്യമായിരുന്ന നമ്മൾ ദൈവീകനായി ദൈവത്തിൻ്റെ മകനോ മകളോ ആയി മാറുകയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കൾക്കടുത്ത ജീവിക്കുവാനുള്ള ശക്തി പ്രിയമുള്ളവരെ നമ്മിലേക്ക് നമ്മൾ സ്വീകരിക്കണം, നിരന്തരമായിട്ട് സ്വീകരിക്കണം. ഇത് വലിയൊരു രഹസ്യമാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെ, നമുക്ക് ദൈവത്തോടുള്ള ബന്ധം കർത്താവായ ഈശോ മിശിഹായിലൂടെയുള്ള രക്ഷയുടെ അനുഭവം ഒരു രഹസ്യമാണ്. ആ രഹസ്യത്തിലാണ് മാതാപിതാക്കന്മാർ വിവാഹത്തിൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും പൗലോസ്ലീഹ പറയുന്നുണ്ട്. എല്ലാ സ്നേഹബന്ധങ്ങളും അപ്രകാരം ഒരു രഹസ്യമായിട്ട് കർത്താവായ ഈശോ മിശിഹായോടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈശോ ഇല്ലെങ്കിൽ ക്രൈസ്തവനില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുമെന്നാണ് കർത്താവായ ഈശോ മിശിഹ ശിഷ്യന്മാരോട് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് അവിടുത്തോടൊപ്പമായിരിക്കാം, അവിടുത്തെ സ്നേഹവും കാരുണ്യവും നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ ദൈവമക്കൾക്കടുത്ത മഹത്വത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ കാരുണ്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.